ഞാൻ കരയും. എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, ഞാൻ അവിടെ കിടന്നൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോയാണ്. ഒരു പൂച്ചക്കുഞ്ഞ് റോഡിലിരിക്കുക, മഴയൊക്കെ ഉണ്ട്, ആളുകളൊക്കെ നടന്നു പോകുന്നു, ആരും മൈൻഡ് ചെയ്യുന്നില്ല, വിശപ്പുണ്ട്, ദാഹമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് മനസ്സലിവ് തോന്നി ആ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവുകയാണ് വളർത്താനായിട്ട്. അങ്ങനെ ഫുഡ് കൊടുത്ത് വളർത്തി, ഒരു കുഞ്ഞിനെ പോലെ വളർത്തി. അവർ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം, കുറേ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരന് പ്രായമായി, നോക്കിയ ആൾക്ക് പ്രായമായി. അപ്പം ഏകദേശം മരണക്കിടക്കയിലാണ്, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പം രാത്രിയിൽ റിപ്പർ വരികയാണ്, ദി ഗ്രീം റിപ്പർ, കാലൻ എന്ന് പറയും. അപ്പോൾ കാലൻ വരികയാണ് പുള്ളിക്കാരനെ കൊണ്ടുപോയി. പക്ഷേ പൂച്ചകൾക്ക് പട്ടികൾക്കൊക്കെ ബാക്കിയുള്ള സംഭവങ്ങൾ എൻറ്റിറ്റികളെ കാണാൻ പറ്റുമെന്ന് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, പലപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ കാലൻ വന്നപ്പോൾ കാലൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ പൂച്ചക്കുഞ്ഞ് പറയുകയാണ്, വേണ്ട, ഞാൻ വരാം. ആഹാരം കൊടുത്ത മനുഷ്യനെ, അന്ന് രക്ഷിച്ച മനുഷ്യന് വേണ്ടി ഈ പൂച്ചക്കുഞ്ഞ് ജീവൻ കൊടുക്കുകയാണ്. അങ്ങനെ കാലൻ്റെ കൂടെ നടന്നു പോകുന്നൊരു കാഴ്ച. ശരിക്കും ഇത് റോയാട്ടി വീഡിയോ കണ്ടാണ് ശരിക്കും കരഞ്ഞു പോയത്. അപ്പം വല്ലാത്തൊരു സാധനമായിപ്പോയി. ഇപ്പം മനുഷ്യരെക്കാൾ കൂടുതൽ നന്ദി സ്നേഹമുള്ളവരാണ് മൃഗങ്ങൾ. ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് എക്സാമ്പിൾ, എനിക്ക് പൂച്ചകളുമായിട്ട് കണക്ഷൻ ഇല്ല, പക്ഷേ പട്ടികൾ, പട്ടിക്കുഞ്ഞുങ്ങൾ, നായ്ക്കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നായ്ക്കൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ അവർ വാലാട്ടി പിറകെ വരും. പിന്നെ അവർ നമ്മുടെ അടിമയാണെന്ന് അവർ വിചാരിക്കുന്നത്. അത് അവരുടെ സ്നേഹമാണ്. അപ്പോൾ ഒരു പട്ടിയെ പോലെ അല്ലെങ്കിൽ ഒരു നായയെ പോലെ ആകാൻ ശ്രമിക്കുക. ഞാൻ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സഹായിച്ച ആൾക്കാരുടെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരു നായയെ പോലെയാണ് എന്ന്. അതിനെനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു മാനക്കേടുമില്ല. കാരണം ഇത്രത്തോളം സ്നേഹമുള്ളൊരു ജീവി ലോകത്തില്ല. മനുഷ്യർ ശരിയല്ല മക്കളെ, മനുഷ്യർ ശരിയല്ല.